ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയതിനെ സ്വാഗതം ചെയ്ത് CPIM. വി.എസിന്റെ കുടുംബം പുരസ്കാരം സ്വീകരിക്കാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് CPIM നിലപാട് വ്യക്തമാക്കിയത്. കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം പാർട്ടിയും പങ്കുചേരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞു. വി.എസിന്റെ പ്രശ്നത്തിൽ വി.എസ്. ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത്. വി.എസിന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ്. കുടുംബത്തിന്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അവ സന്തോഷത്തിൽ പങ്കുചേരുക. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എന്താണ് CPIM ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്ന നിലപാട്? വിനേഷ്, ഉന്മേഷ്, വളരെ തന്ത്രപരമായി തന്നെയാണ് CPIM ഒരു പ്രതിസന്ധി മറികടന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അറിയാം, ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചൊരു പ്രസ്ഥാനമാണ് CPIM. എന്നാൽ ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പം ഇന്നലെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ഈ പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുകയും പത്മവിഭൂഷൺ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. നമ്മൾ പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോഴും അത് ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണെന്ന് പറയുന്നു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ഒരു അല്പസമയത്തിനും ശേഷം അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള M.V. ഗോവിന്ദൻ രംഗത്തെത്തുന്നു. കാരണം അതിനു മുമ്പ് വി.എസ്. അച്യുതാനന്ദൻ്റെ മകൻ വി. അരുൺകുമാർ ഇതിന് സ്വാഗതം ചെയ്യുകയും സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് M.V. ഗോവിന്ദൻ നിലപാട് മയപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഇത് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഇത് രാജ്യത്തിൻ്റെ ഒരു ബഹുമതിയാണ്, ഇത് സ്വാഗതം ചെയ്യുന്നു, കുടുംബത്തിന് വിട്ടുകൊടുക്കുന്നു, കുടുംബം എടുത്ത തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്നത് സ്വീകരിക്കണോ ഇല്ലോ എന്നുള്ളത് കുടുംബത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു. നമുക്കറിയാം, പഴയ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 2022 ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് ഇങ്ങനെ ഇത് പത്മ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതായിരുന്നു കേന്ദ്ര സർക്കാർ. അന്ന് അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. 96 നമുക്കറിയാം ഹർകിഷൻ സിംഗ് സുർജിത്തിനും അതുപോലെ തന്നെ ജ്യോതി ബസുവിനും ഇതുപോലെ തന്നെ പത്മ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതായിരുന്നു. അവരും അത് നിരസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 92 EMSന് നൽകാൻ നരസിംഹറാവു ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അദ്ദേഹവും അത് നിരസിച്ച് കണ്ടതാണ്. CPIM എല്ലാ കാലങ്ങളിലും അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുക. പക്ഷേ ഇതൊരു കുടുംബത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് തങ്ങളുടെ നിലപാട് പൂർണ്ണമായി ഇതല്ല എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് M.V. ഗോവിന്ദൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.